സീറ എന്ന് പറയുമ്പോൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം ക്രമബദ്ധമായ ശൈലിയിൽ രേഖപ്പെടുത്തി വെച്ചതാണ് സീറ എന്നത്. ജനനം മുതൽ വിയോഗം വരെ, മറ്റ് ചിലപ്പോൾ ജനനത്തിന് മുമ്പുള്ള കാര്യങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് സീറ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ ഫന്ന്, ഈ വിജ്ഞാനശാഖ കൂടുതൽ വിപുലമാകുകയും ഒരുപാട് ഉപശാഖകൾ രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഖസായിസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതകൾ മാത്രം പറയുന്ന ഖസായിസ്, മറ്റ് അമ്പിയാക്കന്മാരിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സവിശേഷതകൾ വിവരിക്കുന്ന ഖസായിസ് എന്ന ഒരു ഫന്ന്, അതോടൊപ്പം നുബൂവത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുന്ന ദലാഇൽ എന്ന മറ്റൊരു ഫന്ന്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപഭംഗിയും സ്വഭാവ ഗുണങ്ങളും സ്വഭാവ സവിശേഷതകളും വർണ്ണിക്കുന്ന ഷമാഇൽ എന്ന വേറെ ഒരു ഫന്ന്. ഇങ്ങനെ തുടങ്ങി ധാരാളം ഉപഫന്നുകൾ, ഉപശാഖകൾ സീറയെ തുടർന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അത്രയധികം പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട് എന്നാണ് ഇതെല്ലാം നമ്മെ മനസ്സിലാക്കി തരുന്നത്. സീറ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു പാതി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുള്ള വിശ്വാസമാണ് കലിമത്തു ഷഹാദയുടെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയുക, മനസ്സിലാക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിത്വം അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കണമെങ്കിൽ ആരാണ് മുഹമ്മദ് നബി എന്ന് നാം ആദ്യം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുക, സീറ പഠിക്കുക എന്നത്. ഈ പ്രാധാന്യത്തോടു കൂടി തന്നെ പൂർവികരായ പണ്ഡിതർ സീറയെ സമീപിക്കുകയും ഹദീസ് വിജ്ഞാനശാഖ പണ്ഡിതന്മാർ കാലങ്ങളായി കൈമാറി വന്നതുപോലെ പകർന്നുകൊടുത്ത് കൈമാറി വന്നതുപോലെ നമ്മളിലേക്ക് എത്തിയതുപോലെ സീറയും പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്നതാണ്. മഹാനായ മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, കാന അബി യുഅല്ലിമുനാ മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു വയഖൂലു യാ ബനിയ്യ ഹാദിഹി മആസിറു ആബായിക്കും ഫലാ തുദയ്യിഊഹാ. മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബി യുഅല്ലിമുനാ, എൻ്റെ പിതാവ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, മക്കളായ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ. ആദ്യകാലത്ത് സീറക്ക് മഗാസി എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഷാർത്ഥം യുദ്ധസംഭവങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ചരിത്രം എന്നാണെങ്കിലും അതിൽ എല്ലാം ഉൾപ്പെടുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വാഖിദിയുടെ മഗാസി, വാഖിദിയുടെ ഗ്രന്ഥം മഗാസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെ മറ്റു പല കൃതികളുമുണ്ട്, കണ്ടെടുക്കപ്പെട്ടതും അല്ലാത്തതുമായ
പല കൃതികളും മഗാസി എന്ന പേരിലുണ്ട്. ആദ്യകാലത്തെ രചനകളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെയും മഗാസി എന്ന് സൂചിപ്പിക്കുന്നത്. മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഞങ്ങളുടെ പിതാവ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. വസറായാഹു, അവിടുത്തെ മറ്റ് സരീയത്തുകളും മറ്റ് സൈനിക നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഞങ്ങളെ പ്രത്യേകം പഠിപ്പിക്കാറുണ്ടായിരുന്നു. വയഖൂലു യാ ബനിയ ഹാദിഹി മആസിറു ആബായിക്കും, എന്നിട്ട് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയും, ഹാദിഹി മആസിറു ആബായിക്കും, ഇത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സമ്പത്താണ്, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ സ്വത്താണിത്. ഫലാ തുദയ്യഊഹ, ഇത് നിങ്ങൾ പാഴാക്കരുത്, മുറുകെ പിടിക്കണം, മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കണം എന്ന് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറക്ക്, പ്രവാചക ചരിത്രത്തിന് വലിയ പ്രാധാന്യം പൂർവ്വകാല പണ്ഡിതന്മാർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് കൈമാറി വന്നതുപോലെ, അല്ലെങ്കിൽ ഹദീസ് തദ്വീൻ ചെയ്യപ്പെട്ടതുപോലെ, രേഖപ്പെടുത്തപ്പെട്ടതുപോലെ സീറയും ആദ്യകാലത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. സാധാരണയിൽ നാം പറയാറുള്ളതും കേൾക്കാറുള്ളതും ആദ്യത്തെ നബിചരിത്ര രചന മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെതാണ്. ഹിജ്റ 151 വഫാത്തായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെതാണ് ആദ്യത്തെ നബിചരിത്ര രചന എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഇബ്നു ഇസ്ഹാഖിന് മുമ്പും നബിചരിത്ര രചന നടന്നിട്ടുണ്ട്. അവയിൽ പലതും കണ്ടെടുക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു ഇസ്ഹാഖിൻ്റെ രചനയാണ്, ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയാണ് ആദ്യത്തെ പ്രവാചക ചരിത്ര രചന എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത്, അടുത്ത കാലത്തൊക്കെയായി ഇബ്നു ഇസ്ഹാഖിന് മുമ്പുള്ള പല പണ്ഡിതരുടെയും നബിചരിത്ര രചനകൾ കണ്ടെടുക്കപ്പെട്ടു. അതിലേറ്റവും അടുത്തായി മൂസ ബിൻ ഉഖ്ബയുടെ, ഇബ്നു ഇസ്ഹാഖിൻ്റെ സഹപാഠിയായിരുന്ന, അല്ലെങ്കിൽ ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായിരുന്ന, ഇബ്നു ശിഹാബ് അസ്-സുഹ്രിയുടെ ശിഷ്യനായിരുന്നു മൂസ ബിൻ ഉഖ്ബ. അതുപോലെ ഇബ്നു ഇസ്ഹാഖ്. മൂസ ബിൻ ഉഖ്ബ വഫാത്താകുന്നത് ഹിജ്റ 141 മൂസ ബിൻ ഉഖ്ബയുടെ സീറ അടുത്ത കാലത്ത് കണ്ടെടുക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാം പിൽക്കാലത്തുള്ള കൃതികൾ, പിൽക്കാലത്ത് രചിക്കപ്പെട്ട കൃതികൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളാണ് സീറ പഠനത്തിനു വേണ്ടി അവലംബിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറ തന്നെ. രണ്ടാമത്തേത് വാഖിദിയുടെ മഗാസി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇബ്നു സഅദിൻ്റെ തൊബഖാത്ത്. നാലാമതായി തൊബരിയുടെ താരീഖുർ റുസുലി വൽ മുലൂക്ക് എന്ന തൊബരിയുടെ ഗ്രന്ഥം. തൊബരി വഫാത്താകുന്നത് ഹിജ്റ 310 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഇങ്ങനെ 4 പണ്ഡിതന്മാരുടെ കൃതികളാണ് പിൽക്കാല പണ്ഡിതന്മാർ സീറ പഠനത്തിനും രചനയ്ക്കും വേണ്ടി പ്രധാനമായും അവലംബിച്ചിട്ടുള്ളത്. ഈ കൃതികളെല്ലാം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഈ കൃതികൾ വായിക്കുമ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത, മുൻകാലത്ത് രചിക്കപ്പെട്ട ഇബ്നു ഇസ്ഹാഖിനും മൂസ ബിൻ ഉഖ്ബക്കും ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഒക്കെ മുമ്പ് രചിക്കപ്പെട്ട പല കൃതികളിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും ഈ പിൽക്കാല കൃതികളിൽ. ഇതിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ മുമ്പും നബി ചരിത്ര രചന നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിജ്റ 151 വഫാത്തായ ഇബ്നു ഇസ്ഹാഖിൻ്റേതല്ല ആദ്യത്തെ നബിചരിത്ര രചന. അതിനു മുമ്പും നബിചരിത്ര രചന നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഹിജ്റ 94 മഹാനവറുകൾ വഫാത്താകുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് ആയിഷ ബീവിയുടെ സഹോദരിയാണ്. ആ നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് അവസരം ലഭിച്ച വ്യക്തിയാണ്
മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു സീറ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിൽക്കാല ഗ്രന്ഥങ്ങളിൽ അതിൽ നിന്ന് ഉദ്ധരിച്ചെഴുതിയതായിട്ട് കാണാം. ഇബ്നു ഇസ്ഹാഖിന്റെ തന്നെ സീറയിൽ മുമ്പ് എഴുതപ്പെട്ട പല കൃതികളിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. ഇബ്നു ലഹിയയിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി പിൽക്കാല ഗ്രന്ഥങ്ങൾ, മുതഅഖിരീങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പൂർവികരുടെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് വളരെ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചന ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ചരിത്രകാരനായ ഫ്രെഡ് ഡെന്നറുടെ വീക്ഷണത്തിൽ ഹിജ്റ 60-ലാണ് നബി ചരിത്ര രചന ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പും രചനകൾ നടന്നിട്ടുണ്ടാവാം. ചുരുക്കത്തിൽ നാം സീറ രചനയുടെ പ്രാമാണിക പക്ഷം അല്ലെങ്കിൽ സീറ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഇതിൻ്റെ പ്രാമാണിക വശം, അതിനെ സംബന്ധിച്ചാണ് നാം ഇത്രയും പറഞ്ഞത്. കേവലം വിമർശകർ ഉന്നയിക്കാറുള്ളത് പോലെ, പറയാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി 1 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നബി ചരിത്ര രചന നടന്നത് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതൊരിക്കലും വസ്തുതയ്ക്ക് നിരക്കുന്ന വാദമല്ല. ചുരുക്കത്തിൽ നാം പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര രചന പൂർവിക പണ്ഡിതർ തന്നെ തുടങ്ങി വെച്ചതാണ്. അവർ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടതാണ്. സീറക്ക് പ്രാധാന്യം വരുന്നത് മറ്റു ഫന്നുകളുമായി ചേർത്ത് വെക്കുമ്പോഴാണ്. മറ്റു പല ഫന്നുകളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി കാണുന്ന മറ്റു പല വിഷയങ്ങളും പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഗ്രഹിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ്റെ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലങ്ങളും മറ്റും വിശദമായി മനസ്സിലാക്കണമെങ്കിൽ സീറ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തഫ്സീറുകളും മറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ ധാരാളമായി സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചെഴുതിയതായും കാണാൻ പറ്റും. സൂറത്ത് ആല ഇമ്രാൻ ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സൂക്തമാണ്, പരാമർശിക്കുന്ന സൂറത്താണ്. സൂറത്ത് ആലി ഇമ്രാനിലെ വലിയൊരു ഭാഗം ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ അംഫാലിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. എന്നാൽ ഈ ആയത്തുകൾ മാത്രം ഓതി അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈ യുദ്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ഒന്നും വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിന് നാം സീറ അവലംബിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഹദീസ് പഠിക്കുമ്പോഴും. ഹദീസിൽ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിലെ പല ആയത്തുകളും പ്രത്യേക സന്ദർഭങ്ങളിൽ അവതരിച്ചതാണെങ്കിൽ, ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വചനങ്ങളും അത് പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ആ സന്ദർഭം കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആഴം, നമുക്ക് അർത്ഥവും ആഴവും നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പലയിടങ്ങളിലായി സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിലെ സീറയിൽ നിന്നുള്ള ഉദ്ധരണികൾ മാത്രം സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ സീറ പഠനത്തിനും സീറ പകർന്നു കൊടുക്കുന്നതിനും പൂർവ്വകാല പണ്ഡിതന്മാർ വലിയ പ്രാധാന്യം കൊടുക്കുകയും മറ്റു ഫന്നുകൾ മനസ്സിലാക്കണമെങ്കിൽ, വിശുദ്ധ ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും ഇനി കർമ്മശാസ്ത്രമാണെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ സീറ കൂടി അവലംബിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലങ്ങളിലും സീറയിലുള്ള പല സംഭവങ്ങളും പരാമർശിച്ച് പറയുന്നതായി കാണാൻ പറ്റും. ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പല മസ്അലകളും പറയുന്നിടത്ത് സീറയിലുള്ള പല ചരിത്ര സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ കിതാബുൽ ഉമ്മ്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും സീറയുടെ പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധവേളയിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും
എന്നിട്ട് കുതിരയുടെ കാലുകൾ ഛേദിക്കുകയും ചെയ്ത സംഭവം പറയുന്നുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ അഅലമുഹു മഷ്ഹൂറൻ ഇൻദ അവാമി അഹ്ലിൽ ഇൽമി ബിൽ മഗാസി. ഇത്തരത്തിലൊരു സംഭവം സീറ പണ്ഡിതന്മാർക്കിടയിൽ പ്രചാരത്തിലുള്ളതായിട്ട് നമുക്കറിയുകയില്ല എന്ന് ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പം അത്തരത്തിൽ കുതിരയുടെ യുദ്ധക്കളത്തിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ജഅഫർ റളിയല്ലാഹു അൻഹു കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുകയും ആ കുതിര ശത്രുക്കൾ ഉപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുതിരയുടെ കാലുകൾ ഛേദിക്കുകയും ചെയ്തു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണിയിലുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തിത്വം അത് അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കണമെങ്കിൽ ആരാണ് മുഹമ്മദ് നബി എന്ന് നാം ആദ്യം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മനസ്സിലാക്കുക, സീറ പഠിക്കുക എന്നത്. ഈ പ്രാധാന്യത്തോടു കൂടി തന്നെ പൂർവികരായ പണ്ഡിതർ സീറയെ സമീപിക്കുകയും ഹദീസ് വിജ്ഞാന ശാഖ പണ്ഡിതന്മാർ കാലങ്ങളായി കൈമാറി വന്നതുപോലെ പകർന്നുകൊടുത്ത് കൈമാറി വന്നതുപോലെ നമ്മളിലേക്ക് എത്തിയതുപോലെ സീറയും പണ്ഡിതന്മാരിലൂടെ കൈമാറി വന്നതാണ്. മഹാനായ മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, കാന അബി യുഅല്ലിമുനാ മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസറായാഹു വയഖൂലു യാ ബനിയ്യ ഹാദിഹി മആസിറു ആബായിക്കും ഫലാ തുദയ്യിഊഹാ. മുഹമ്മദ് ബിൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന അബി യുഅല്ലിമുനാ, എൻ്റെ പിതാവ് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, മക്കളായ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു, മഗാസിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ. ആദ്യകാലത്ത് സീറക്ക് മഗാസി എന്നാണ് പറഞ്ഞിരുന്നത്. അതിൻ്റെ ഭാഷാർത്ഥം യുദ്ധസംഭവങ്ങൾ അല്ലെങ്കിൽ യുദ്ധ ചരിത്രം എന്നാണെങ്കിലും അതിൽ എല്ലാം ഉൾപ്പെടുന്നതാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ വാഖിദിയുടെ ഗ്രന്ഥം മഗാസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ പേരിൽ തന്നെ മറ്റു പല കൃതികളുമുണ്ട്. കണ്ടെടുക്കപ്പെട്ടതും അല്ലാത്തതുമായ പല കൃതികളും മഗാസി എന്ന പേരിലുണ്ട്. ആദ്യകാലത്തെ രചനകളൊക്കെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെയും മഗാസി എന്ന് സൂചിപ്പിക്കുന്നത്. മഗാസിയ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം ഞങ്ങളുടെ പിതാവ് പഠിപ്പിക്കാറുണ്ടായിരുന്നു. വസറായാഹു, അവിടുത്തെ മറ്റ് സരീയത്തുകളും മറ്റ് സൈനിക നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഞങ്ങളെ പ്രത്യേകം പഠിപ്പിക്കാറുണ്ടായിരുന്നു. വയഖൂലു യാ ബനിയ്യ ഹാദിഹി മആസിറു ആബായിക്കും, എന്നിട്ട് ഞങ്ങളുടെ പിതാവ് ഞങ്ങളോട് പറയും, ഹാദിഹി മആസിറു ആബായിക്കും, ഇത് നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ സമ്പത്താണ്, പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കൈമാറി കിട്ടിയ സ്വത്താണിത്. ഫലാ തുദയ്യിഊഹാ, ഇത് നിങ്ങൾ പാഴാക്കരുത്, മുറുകെ പിടിക്കണം, മറ്റുള്ളവർക്ക് കൂടെ പകർന്നു കൊടുക്കണം എന്ന് മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം. ഇങ്ങനെ ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറക്ക്, പ്രവാചക ചരിത്രത്തിന് വലിയ പ്രാധാന്യം പൂർവ്വകാല പണ്ഡിതന്മാർ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഹദീസ് കൈമാറി വന്നതുപോലെ അല്ലെങ്കിൽ ഹദീസ് തദ്വീൻ ചെയ്യപ്പെട്ടതുപോലെ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ സീറയും ആദ്യകാലത്ത് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്.
സാധാരണയിൽ നാം പറയാറുള്ളതും കേൾക്കാറുള്ളതും ആദ്യത്തെ നബിചരിത്ര രചന മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെതാണ്. ഹിജ്റ 151 വഫാത്തായ മുഹമ്മദ് ബിൻ ഇസ്ഹാഖിൻ്റെതാണ് ആദ്യത്തെ നബിചരിത്ര രചന എന്നാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ ഇബ്നു ഇസ്ഹാഖിന് മുമ്പും നബിചരിത്ര രചന നടന്നിട്ടുണ്ട്. അവയിൽ പലതും കണ്ടെടുക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇബ്നു ഇസ്ഹാഖിൻ്റെ രചനയാണ്, ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറയാണ് ആദ്യത്തെ പ്രവാചക ചരിത്ര രചന എന്ന് പറയുന്നത്. എന്നാൽ പിൽക്കാലത്ത്, അടുത്ത കാലത്തൊക്കെയായി ഇബ്നു ഇസ്ഹാഖിന് മുമ്പുള്ള പല പണ്ഡിതരുടെയും നബിചരിത്ര രചനകൾ കണ്ടെടുക്കപ്പെട്ടു. അതിലേറ്റവും അടുത്തായി മൂസ ബിൻ ഉഖ്ബയുടെ, ഇബ്നു ഇസ്ഹാഖിൻ്റെ സഹപാഠിയായിരുന്ന, അല്ലെങ്കിൽ ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനായിരുന്ന, ഇബ്നു ശിഹാബ് അസ്-സുഹ്രിയുടെ ശിഷ്യനായിരുന്നു മൂസ ബിൻ ഉഖ്ബ. അതുപോലെ ഇബ്നു ഇസ്ഹാഖ്. മൂസ ബിൻ ഉഖ്ബ വഫാത്താകുന്നത് ഹിജ്റ 141 മൂസ ബിൻ ഉഖ്ബയുടെ സീറ അടുത്ത കാലത്ത് കണ്ടെടുക്കപ്പെടുകയും പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നാം പിൽക്കാലത്തുള്ള കൃതികൾ, പിൽക്കാലത്ത് രചിക്കപ്പെട്ട കൃതികൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട 4 ഗ്രന്ഥങ്ങളാണ് സീറ പഠനത്തിനു വേണ്ടി അവലംബിക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നാമത്തേത് ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറ തന്നെ. രണ്ടാമത്തേത് വാഖിദിയുടെ മഗാസി, നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ ഇബ്നു സഅദിൻ്റെ തൊബഖാത്ത്. നാലാമതായി തൊബരിയുടെ താരീഖുർ റുസുലി വൽ മുലൂക്ക് എന്ന തൊബരിയുടെ ഗ്രന്ഥം. തൊബരി വഫാത്താകുന്നത് ഹിജ്റ 310 4-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ. ഇങ്ങനെ 4 പണ്ഡിതന്മാരുടെ കൃതികളാണ് പിൽക്കാല പണ്ഡിതന്മാർ സീറ പഠനത്തിനും രചനയ്ക്കും വേണ്ടി പ്രധാനമായും അവലംബിച്ചിട്ടുള്ളത്. ഈ കൃതികളെല്ലാം നാം എടുത്ത് പരിശോധിക്കുമ്പോൾ, ഈ കൃതികൾ വായിക്കുമ്പോൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത, മുൻകാലത്ത് രചിക്കപ്പെട്ട ഇബ്നു ഇസ്ഹാഖിനും മൂസ ബിൻ ഉഖ്ബക്കും ഇബ്നു ശിഹാബ് അസ്-സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹിക്കും ഒക്കെ മുമ്പ് രചിക്കപ്പെട്ട പല കൃതികളിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും ഈ പിൽക്കാല കൃതികളിൽ. ഇതിൽ നിന്നാണ് നാം മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ മുമ്പും നബി ചരിത്ര രചന നടന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹിജ്റ 151 വഫാത്തായ ഇബ്നു ഇസ്ഹാഖിൻ്റേതല്ല ആദ്യത്തെ നബിചരിത്ര രചന. അതിനു മുമ്പും നബിചരിത്ര രചന നടന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പറയപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു പേരാണ് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റേത്. ഹിജ്റ 94 മഹാനവറുകൾ വഫാത്താകുന്നത്. അസ്മാ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. അതുപോലെ അസ്മാ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് ആയിഷ ബീവിയുടെ സഹോദരിയാണ്. ആ നിലക്കൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കാനും മനസ്സിലാക്കാനും ഒരുപാട് അവസരം ലഭിച്ച വ്യക്തിയാണ് മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ഒരു സീറ ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. പക്ഷേ അത് കണ്ടെടുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ പിൽക്കാല ഗ്രന്ഥങ്ങളിൽ അതിൽ നിന്ന് ഉദ്ധരിച്ചെഴുതിയതായിട്ട് കാണാം. ഇബ്നു ഇസ്ഹാഖിൻ്റെ തന്നെ സീറയിൽ മുമ്പ് എഴുതപ്പെട്ട പല കൃതികളിൽ നിന്നും ഉദ്ധരിച്ചതായി കാണാൻ പറ്റും. ഇബ്നു ലഹിയയിൽ നിന്ന് പല സ്ഥലങ്ങളിലും ഇബ്നു ഇസ്ഹാഖ് ഉദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി പിൽക്കാല ഗ്രന്ഥങ്ങൾ, മുതഅഖിരീങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ പൂർവികരുടെ പല ഗ്രന്ഥങ്ങളിൽ നിന്നും അവർ ഉദ്ധരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കുന്നത് വളരെ നേരത്തെ തന്നെ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ തന്നെ, ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചന ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കൻ ചരിത്രകാരനായ ഫ്രെഡ് ഡെന്നറുടെ വീക്ഷണത്തിൽ ഹിജ്റ 60 നബി ചരിത്ര രചന ആരംഭിക്കുന്നത്. ഒരുപക്ഷെ അതിനു മുമ്പും രചനകൾ നടന്നിട്ടുണ്ടാവാം. ചുരുക്കത്തിൽ നാം സീറ രചനയുടെ പ്രാമാണിക പക്ഷം, അല്ലെങ്കിൽ സീറ പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഇതിൻ്റെ പ്രാമാണിക വശം, അതിനെ സംബന്ധിച്ചാണ് നാം ഇത്രയും പറഞ്ഞത്. കേവലം വിമർശകർ ഉന്നയിക്കാറുള്ളത് പോലെ, പറയാറുള്ളത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി
ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് നബി ചരിത്ര രചന നടന്നത് എന്നൊക്കെ പലരും പറയാറുണ്ട്. എന്നാൽ അതൊരിക്കലും വസ്തുതയ്ക്ക് നിരക്കുന്ന വാദമല്ല. ചുരുക്കത്തിൽ നാം പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്ര രചന പൂർവിക പണ്ഡിതർ തന്നെ തുടങ്ങി വെച്ചതാണ്. അവർ വലിയ പ്രാധാന്യത്തോടു കൂടി കണ്ടതാണ്. സീറക്ക് പ്രാധാന്യം വരുന്നത് മറ്റു ഫന്നുകളുമായി ചേർത്ത് വെക്കുമ്പോഴാണ്. മറ്റു പല ഫന്നുകളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളായി കാണുന്ന മറ്റു പല വിഷയങ്ങളും പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഗ്രഹിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദമായി മനസ്സിലാക്കണമെങ്കിൽ, ഖുർആൻ്റെ സൂക്തങ്ങളുടെ അവതരണ പശ്ചാത്തലങ്ങളും മറ്റും വിശദമായി മനസ്സിലാക്കണമെങ്കിൽ സീറ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തഫ്സീറുകളും മറ്റൊക്കെ എടുത്തു നോക്കുമ്പോൾ ധാരാളമായി സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചെഴുതിയതായും കാണാൻ പറ്റും. സൂറത്ത് ആല ഇമ്രാൻ ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സൂക്തമാണ്, പരാമർശിക്കുന്ന സൂറത്താണ്. സൂറത്ത് ആലി ഇമ്രാനിലെ വലിയൊരു ഭാഗം ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സൂറത്തുൽ അംഫാലിൽ ബദർ യുദ്ധത്തെക്കുറിച്ച് ധാരാളമായി പറയുന്നുണ്ട്. എന്നാൽ ഈ ആയത്തുകൾ മാത്രം ഓതി അതിൻ്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി പോയാൽ നമുക്ക് ഈ യുദ്ധങ്ങളെക്കുറിച്ചും അതിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ചും പോരാട്ടങ്ങളെക്കുറിച്ചും ഒന്നും വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതിന് നാം സീറ അവലംബിക്കേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് ഹദീസ് പഠിക്കുമ്പോഴും. ഹദീസിൽ നേരത്തെ പറഞ്ഞ പോലെ ഖുർആനിലെ പല ആയത്തുകളും പ്രത്യേക സന്ദർഭങ്ങളിൽ അവതരിച്ചതാണെങ്കിൽ, ഇതുപോലെ തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല വചനങ്ങളും അത് പ്രത്യേക സന്ദർഭത്തിൽ പറഞ്ഞതാണ്. ആ സന്ദർഭം കൂടി മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ആഴം, നമുക്ക് അർത്ഥവും ആഴവും നമുക്ക് കൂടുതൽ ഗ്രഹിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പലയിടങ്ങളിലായി സീറ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം. ഇബ്നു ഇസ്ഹാഖിന്റെ സീറയിൽ നിന്ന് തന്നെ പല സ്ഥലങ്ങളിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഫതുഹുൽ ബാരിയിലെ സീറയിൽ നിന്നുള്ള ഉദ്ധരണികൾ മാത്രം സമാഹരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ സീറ പഠനത്തിനും സീറ പകർന്നു കൊടുക്കുന്നതിനും പൂർവ്വകാല പണ്ഡിതന്മാർ വലിയ പ്രാധാന്യം കൊടുക്കുകയും മറ്റു ഫന്നുകൾ മനസ്സിലാക്കണമെങ്കിൽ, വിശുദ്ധ ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും ഇനി കർമ്മശാസ്ത്രമാണെങ്കിലും മനസ്സിലാക്കണമെങ്കിൽ സീറ കൂടി അവലംബിക്കേണ്ടതുണ്ട്. മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പല സ്ഥലങ്ങളിലും സീറയിലുള്ള പല സംഭവങ്ങളും പരാമർശിച്ച് പറയുന്നതായി കാണാൻ പറ്റും. ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പല മസ്അലകളും പറയുന്നിടത്ത് സീറയിലുള്ള പല ചരിത്ര സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. കിതാബുൽ ഉമ്മിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണല്ലോ കിതാബുൽ ഉമ്മ്. അപ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും സീറയുടെ പല സംഭവങ്ങളും ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ ജാഫർ റളിയല്ലാഹു അൻഹു മുഅത്ത യുദ്ധവേളയിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും എന്നിട്ട് കുതിരയുടെ കാലുകൾ ഛേദിക്കുകയും ചെയ്ത സംഭവം പറയുന്നുണ്ട്. ഈ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, വലാ അഅലമുഹു മഷ്ഹൂറൻ ഇൻദ അവാമി അഹ്ലിൽ ഇൽമി ബിൽ മഗാസി. ഇത്തരത്തിലൊരു സംഭവം സീറ പണ്ഡിതന്മാർക്കിടയിൽ പ്രചാരത്തിലുള്ളതായിട്ട് നമുക്കറിയുകയില്ല എന്ന് ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുതിരയുടെ യുദ്ധക്കളത്തിൽ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ജാഫർ റളിയല്ലാഹു അൻഹു കളത്തിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്യുകയും ആ കുതിര ശത്രുക്കൾ ഉപയോഗപ്പെടുത്താതിരിക്കാൻ വേണ്ടി കുതിരയുടെ കാലുകൾ ഛേദിക്കുകയും ചെയ്തു എന്നാണ് ഇതിനെ സംബന്ധിച്ച് പറയുന്ന ഉദ്ധരണിയിലുള്ളത്. അപ്പോൾ അത് ശരിയല്ല എന്ന്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വിധി പറയാൻ സീറയെയാണ് അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുന്നതിനും ഹദീസ് മനസ്സിലാക്കുന്നതിനും കർമ്മശാസ്ത്ര മസ്അലകൾ മനസ്സിലാക്കുന്നതിനും പലപ്പോഴും സീറ അവലംബിക്കേണ്ടി വരുന്നുണ്ട്. സീറ മനസ്സിലാക്കേണ്ടി വരുന്ന, സീറ ഗ്രഹിക്കേണ്ടി വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട്.
അതുപോലെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മൂസബിന് ഒക്ബയെ കുറിച്ച്, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദാണ്, പ്രധാന ഗുരുവര്യരാണ് ഇബ്നു ശിഹാബ് അസ്സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി. ഹിജ്റ 124 വഫാത്തായ ഇബ്നു ശിഹാബ് അസ്സുഹരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ശിഹാബ് അസ്സുഹരിയുടെ ശിഷ്യനാണ് മൂസബിന് ഒക്ബ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, സീറ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ പ്രമുഖനായ ഒരു വ്യക്തിത്വമാണ് മൂസബിന് ഒക്ബ റഹ്മത്തുള്ളാഹി അലൈഹി. മൂസബിന് ഒക്ബയുടെ സീറ ഗ്രന്ഥത്തെക്കുറിച്ച് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായി കാണാം, മൻ കാന ഫീ കിതാബി മൂസബിന് ഒക്ബ ഖദ് ഷഹിദ ബദ്റൻ ഫഖദ് ഷഹിദ ബദ്റൻ വമൻ ലം യകുൻ ഫീ കിതാബി മൂസബിന് ഒക്ബ ഫലം യഷ്ഹദ് ബദ്റൻ. ബദറിൽ പങ്കെടുത്തവരെ കുറിച്ച് പറയുമ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, മൂസബിന് ഒക്ബയുടെ ഗ്രന്ഥത്തിൽ ആരൊക്കെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെ ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. വമൻ ലം യകുൻ ഫീ കിതാബി മൂസബിന് ഒക്ബ ഫലം യഷ്ഹദ് ബദ്റൻ. മൂസബിന് ഒക്ബയുടെ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ലാത്ത വ്യക്തികളാരും തന്നെ ബദറിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സീറ ഗ്രന്ഥങ്ങൾക്ക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഈ നിലക്ക് സീറ പഠനത്തിനും സീറ മനസ്സിലാക്കുന്നതിനും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നാണ് നാം ഗ്രഹിക്കേണ്ടത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പല കാലത്തും പല രൂപത്തിലും സീറ രചന നടന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളുള്ള സീറയെ അവലംബിച്ചുകൊണ്ടാണെങ്കിലും ഓരോ കാലത്തിനും യോജിച്ച രീതിയിലുള്ള പഠനങ്ങളാണ് പിൽക്കാലത്ത് നടന്നിട്ടുള്ളത്. അതുപോലെ ആദ്യകാല സീറ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും നമ്മുടെ വിശ്വാസത്തിനും മറ്റും നിരക്കാത്തതുമായ പല കാര്യങ്ങളുമുണ്ട്. താരീഖ് തൊബരിയൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൽ ലഭ്യമായ എല്ലാ കാര്യങ്ങളും ഉദ്ധരിക്കുന്ന ഒരു സമീപനമാണ് തൊബരി സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വഹീഹായതും ദഈഫായതും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതും അല്ലാത്തതുമായ പല കാര്യങ്ങളും അതിലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പിൽക്കാല പണ്ഡിതന്മാർ ഇത്തരം ഗ്രന്ഥങ്ങൾ, പൂർവ്വ പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങൾ പരിശോധിക്കുകയും അവയിലുള്ള സ്വഹീഹും ദഈഫും വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന രീതിയിൽ രചന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയാണ് സീറത്തുൽ ഹലബിയ രചിച്ച ബുർഹാനുദ്ദീൻ അൽ ഹലബി എന്ന പണ്ഡിതൻ. അതുപോലെ ഇബ്നു കസീറിൻ്റെ അൽ ബിദായ വൻ നിഹായയും അത്തരത്തിലൊരു രചനയാണ്. ഇങ്ങനെ തുടങ്ങി ഓരോ കാലത്തും പല രീതിയിലുള്ള രചനകളാണ് നടന്നിട്ടുള്ളത്. ആധുനിക രചനകൾ എടുത്തു നോക്കുമ്പോൾ ആധുനിക സിദ്ധാന്തങ്ങളെയും അതുപോലെ പ്രത്യയശാസ്ത്രങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാം എങ്ങനെയാണ് പ്രതിരോധിച്ചത്, പുതിയ കാലത്ത് വരുന്ന വിമർശനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ട് വെച്ച ആശയങ്ങൾ കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാം എന്ന തലത്തിൽ അതെല്ലാം കൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതെല്ലാം ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് ആധുനിക രചനകളൊക്കെ നടന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള രചനകളാണ് ഫിഖ്ഹു സീറയും മറ്റൊക്കെ. മഹാനായ അടുത്ത കാലത്ത് മരണപ്പെട്ട റമദാൻ ബൂത്തിയുടെ രചന അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ഫിഖ്ഹു സീറ എന്നത്. ആ പേരിൽ തന്നെ ആധുനികരായ മറ്റു പലരും രചനകൾ നടത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പല കാലങ്ങളിലും പല രൂപത്തിലും ഓരോ കാലത്തിനും യോജിച്ച രൂപത്തിലാണ് സീറ രചന നടന്നിട്ടുള്ളത്. ഇന്നും ഒരുപാട് രചനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുതിയ രീതിയിലുള്ള പുതിയ പഠനങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ എഴുത്തുകളും പുതിയ ആവിഷ്കാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നാമും അതിൻ്റെ ഭാഗമാവുകയാണ്. അല്ലാഹു തആല, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല നാം പറഞ്ഞതും കേട്ടതുമൊക്കെ ഖബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു.